ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ കറിയാണ്. ഇതിനു വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ചെറുപയർ എടുത്തിരിക്കുന്നത്. ഒരു കപ്പ് ചെറുപയർ എന്ന് പറഞ്ഞാൽ ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ 250 ml. അത് എപ്പോഴും ഓർത്തണം. ഒരു കപ്പ് കുതിർക്കാതെ നേരെ ഉണ്ടാക്കുവാണ്. ഇത് കഴുകി 3-4 പ്രാവശ്യം കഴുകി കുതിർക്കാത്ത പയറിനൊരു 4 വിസിൽ വേണം. കുതിർത്തതാണെങ്കിൽ ഒറ്റ വിസിൽ മതി. അതിൽ കൂടെ ആയിക്കഴിഞ്ഞാൽ അതങ്ങ് ഓവർ വെന്ത് പോകും. ഈ ഒരു കപ്പ് ചെറുപയറിനകത്തിലേക്ക് ചെറിയ ഉള്ളി ഇത്രയും ചെറിയ ഉള്ളി, ഒരു 3 പച്ചമുളക്, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി. ഇതെൻ്റെ സാധാരണ മുളക് പൊടി, അതുകൊണ്ട് ഇതിന് ഇച്ചിരി എരിവ് കാണും. 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും കൂടെ ചേർത്തിട്ട് ഒരു 3 കപ്പ് വെള്ളം ഒഴിക്കണം. ഒരു കപ്പ് പയറിന് 3 കപ്പ് വെള്ളം ഒഴിക്കണം. മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് 4 വിസിൽ വരെ വേവിക്കണം. എന്നാലേ നന്നായിട്ട് വേവത്തുള്ളൂ. ഓക്കെ, നമുക്കിത് വേവിച്ചിട്ട് വരാം. ഇപ്പം 4 വിസിൽ കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രഷറെല്ലാം പോയി. നമുക്ക് തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്തിരിക്കുന്നു പയർ. പക്ഷെ വെള്ളം കുറച്ച് കുറവാണ്. 3 കപ്പ് ഒഴിച്ചിട്ടും വെള്ളം കുറവാണ്. ഇനി നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാവുള്ളൂ. ഇനി ഒഴിക്കുവാണെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കണം. ഇപ്പം ഞാൻ 1 കപ്പ് വെള്ളം കൂടെ ഒഴിക്കുകയാണ്. കാരണം ചില പയറിന് ഇത്രത്തോളം വെള്ളം വേണ്ട. ഇപ്പം കറക്റ്റ് ഒഴിക്കണം. ഇനി നമുക്കിത് താളിക്കണം. പാൻ വെച്ചു. പാൻ ചൂടായിരിക്കുക. ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെർജിൻ കോക്കനട്ട് ഓയിലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഒഴിക്കാം, വെളിച്ചെണ്ണ ഒഴിക്കാം. പക്ഷേ കുറച്ച് വെർജിൻ കോക്കനട്ട് ഓയിലൊക്കെ നിങ്ങളുടെ ഫുഡിൻ്റെ ഭാഗമാക്കണം. ഭയങ്കര ഹെൽത്തിയാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ. എണ്ണ ചൂടായി. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇടുക. ഇനി കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞ് അതിലേക്ക് 4 വെളുത്തുള്ളി, 4 ചെറിയ വെളുത്തുള്ളി ചവച്ചത്, ഒരു 7-8 ചെറിയ ഉള്ളി ചവച്ചത്, അതും കൂടെ. ഇനി ഇതിലേക്ക് കണ്ടിരുന്ന 2 വറ്റൽമുളകും കറിവേപ്പിലി. അപ്പോൾ നമ്മൾ ഇതിനകത്തിലേക്ക് താളിച്ചതിടുകയാണ്. ഇതിപ്പോൾ ഉപ്പ് ഞാൻ 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. നേരത്തെ 1 ടീസ്പൂൺ ആയിരുന്നു, പിന്നെ കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇപ്പം നല്ല കറക്റ്റ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നിങ്ങൾക്ക് അപ്പവും ചപ്പാത്തി, പുട്ട്, ഇടിയപ്പം ഇതിൻ്റെ എല്ലാം കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ്. പിന്നെ കൂടാതെ ചോറിൻ്റെ കൂടെയും കഴിക്കാം. പച്ചമുളകൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് ആവശ്യത്തിനുള്ള എരിയുണ്ട്. നിങ്ങൾക്ക് ഇനി എരി കൂട്ടണമെങ്കിൽ നിങ്ങൾക്ക് എരി കൂട്ടാം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ ഫേസ്ബുക്കും പേജും ഇൻസ്റ്റാഗ്രാം പേജും നിങ്ങൾ ഫോളോ ചെയ്യണേ. നമ്മൾ താളിച്ച് കഴിഞ്ഞിട്ട് ഇത് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കണം. ഇല്ലെങ്കിൽ ഇതിൻ്റെ സ്മെല്ലൊക്കെ അങ്ങ് പോകും. അതുകൊണ്ട് അടച്ചു വെക്കണം. അതിന് ശേഷം നമ്മളിത് ഉപയോഗിക്കാവുള്ളൂ.